വാവേ ഞാൻ പോവാട്ടോ. കുഞ്ഞിനെ കാണാനെന്നും പറഞ്ഞ് ഇവിടം വരെ വന്നത് അതിനോ? ഒരു 500 കൊടുക്കാല്ലേ? ശാരദേച്ചി ഇത് വെച്ചോളൂ. ഞാൻ കുഞ്ഞിനെ കാണാൻ വേണ്ടി മാത്രം വന്നതാ മോളെ. കൈ നീട്ടുന്ന കാലമൊക്കെ പണ്ടല്ലേ. ശാരദയ്ക്ക് സഹായിക്കാൻ മറ്റാരുണ്ട്? മറ്റാരും മോനെ, നമ്മുടെ LDF അല്ലാതെ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി. എല്ലാ മാസവും മുടങ്ങാതെ വീട്ടിൽ കിട്ടുന്നുണ്ട്. 10 വർഷമായിട്ട് റേഷനും മുടങ്ങിയിട്ടില്ല. എന്റെ വക ബാവയ്ക്ക്. ക്ഷേമ പെൻഷൻ മുടങ്ങാതെ നൽകാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? നിർമ്മൽ ഭായി നല്ല ടെൻഷനിലാണല്ലോ മേ. ഓന്റെ നാട്ടിലെന്തോ പകർച്ചവ്യാധി ഉണ്ടോലും അതിന് മതിയായ ചികിത്സ അടക്കട്ടുന്നില്ലേലും. അതല്ലേ നമ്മൾ മലയാളികൾ. കോവിഡ് വന്നു, നിപ്പ വന്നു, പിന്നെ പ്രളയം. എന്ത് വന്നാലും നമ്മളെ കൂടെ നിൽക്കാൻ LDF ഇല്ലടാ. ആ ധൈര്യം അതൊന്ന് വേറെ തന്നെയല്ലേ. ക്യാ ഹേ നിർമ്മൽ ഭായ്? मेरा फैमिली കൊണ്ടുവരട്ടെ കേരളത്തിലേക്ക്. ഓൾവേസ് വെൽക്കം ബ്രോ. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? ഒന്നും പഠിക്കണ്ട മോളെ, ഇത് നമ്മളെ സർക്കാരിലാ. ഇനിയില്ല യാത്രകളിൽ അഭയമില്ലാതിരുന്ന കാലം. ഇനിയില്ല ഭയന്ന് വഴിമാറി നടന്ന കാലം. ഇനിയില്ല ഇരിക്കാൻ അനുവാദമില്ലാതിരുന്ന കാലം. ഇനിയില്ല കംഫർട്ടായി വസ്ത്രം ധരിച്ച് ക്ലാസ് എടുക്കാൻ കഴിയാതിരുന്ന കാലം. എല്ലാ സ്ത്രീകൾക്കും തണൽ ഒരുക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? വണ്ടി പോലെ നിർത്തണല്ലോ പോണത് പൂരത്തിനല്ലടാ. ആനപ്പുറത്ത് കയറി പോകും. നല്ല താളെടുപ്പുള്ള കൊമ്പന്റെ പുറത്ത്. സെറ്റപ്പ് കൊള്ളാലോ ടീം ടീം എന്ന് പറഞ്ഞല്ലേ KSRTC ലാഭത്തിലാക്കിയത്. നല്ല കിടിലം ബസ്സോളും സ്മാർട്ട് ട്രാവൽ കാർഡ് സർവീസ് ഉണ്ട്. ഇതാര് ചെയ്താശാനെ? ഇവിടെ LDF അല്ലാണ്ട് മറ്റാര് ചെയ്യാനാ? ആനയോളം വളർന്നില്ലേ നമ്മുടെ ആന വണ്ടി. KSRTCയെ ലാഭത്തിലേക്ക് ഉയർത്താൻ മറ്റാരുണ്ട് LDF അല്ലാതെ? നമ്മുടെ കന്നി ഓട്ട. We have to take that stand. ഓപ്ഷൻസ് കുറെ ഉണ്ടല്ലോ, നമുക്ക് കറക്കി കുത്താൻ. അമ്മൂമ്മയുടെ ക്ഷേമ പെൻഷൻ 100 രൂപ കടം വാങ്ങിയല്ലേ മോനിന്ന് പെട്രോൾ അടിച്ചത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നു. ആകാശത്തൊന്നും വന്നല്ല. അമ്മൂമ്മയ്ക്ക് LDF വീട്ടിൽ കൊണ്ടു കൊടുത്തതാ. അതുപോലെ തന്നെ പ്രകടനപത്രത്തിൽ പറഞ്ഞ 97% വാഗ്ദാനങ്ങളും നിറവേറ്റി. 97% പറഞ്ഞ വാക്ക് പാലിക്കുന്ന LDF-നാണ് എന്റെ. സോ ഗൈസ്, നോ മോർ ഓപ്ഷൻ, ഓൺലി LDF. എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റാൻ മറ്റാരുണ്ട് LDF അല്ലാതെ? കേരളത്തിലാകെ പ്രശ്നം ആകെ പ്രശ്നം. അറിഞ്ഞോ, ഇവിടെ വീടുകളിൽ വെള്ളം വരുന്നില്ല. ഇവിടെ ആർക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല. ഇവിടെ പഠിക്കാൻ പാഠപുസ്തകങ്ങളില്ല. ഇവിടെ നല്ല ചികിത്സയില്ല. ഈ നാട്ടിൽ തൊഴിലവസരങ്ങളില്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വീടില്ല, ഇൻഷുറൻസ് ഇല്ല. ഈ നാട്ടിൽ നല്ല റോഡും ഇല്ല, യാത്രാ സൗകര്യങ്ങളും ഇല്ല. ഈ നാട്ടിൽ കറണ്ടില്ല, റേഷനില്ല, ഒന്നുമില്ല. പറയുന്നവർ പലതും പറയും. നിങ്ങളുടെ ജീവിതം എന്താ പറയുന്നത്? ഒന്നാലോചിച്ച് നോക്കിയാ കൊള്ളാലോ കേരളം. 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 ആലോചിച്ച് നോക്കിയാൽ കൊള്ളാലോ കേരളം. ചിന്തിച്ചു നോക്കിയാ കൊള്ളാലോ LDF. അതെ, ഈ കേരളത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ. ചിന്തിച്ചു നോക്കിയാൽ കൊള്ളാലോ LDF.